അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി മടിയൻ മുട്ട റോസ്റ്റ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 4 ഉള്ളി, ഒരു തക്കാളി എല്ലാം നല്ല നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതയ്ക്കാം നമുക്ക്. ചൂടായ പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ, ശേഷം കടുക്, ജീരകം, പട്ട, ഒരു ഉണക്കമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ ചേരുവകളും നമുക്ക് ഒരുമിച്ച് ചേർക്കാം. സാധാരണ എല്ലാവരും ഉള്ളിയിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് വീണ്ടും വഴറ്റി അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യാറ്. പക്ഷേ നമ്മുടെ മടി അതിനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒരുമിച്ചിട്ട് വഴറ്റി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി അത് വഴന്ന് വരുമ്പോൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം മുളക് പൊടി, പിന്നെ ഞാൻ പൊതുവേ ഇങ്ങനത്തെ മസാലകളിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് അതിൻ്റെ ഒരു കുത്തൽ മണമൊക്കെ മാറുന്ന വരെ നന്നായി വഴറ്റി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈ ഗ്രേവി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ചേർക്കാം. ഇതിൽ ഞാൻ ചില മുട്ടകൾ സ്പ്ലിറ്റ് ചെയ്തിടുന്നുണ്ട്, കാരണം അതിൻ്റെ ആ മഞ്ഞ കറിയൊക്കെ കുറച്ച് അലിഞ്ഞ ഗ്രേവിയിൽ ചേരുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ അത് സഹായിക്കും. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടക്കറി ഇത്രയേ ഉള്ളൂ, റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ മടിയൻ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, ബൈ.